കേൾക്കാന്ന് ഓർക്കത്തില്ല. മുഖത്ത് ഞാൻ പ്രയോജനങ്ങൾ എടുക്കും. എനിക്ക് വേണ്ട. എന്തുവാണ് എല്ലാവർക്കും നോക്കുന്നു. നാട്ടുകാർക്ക് മുടി അടിക്കണം. വീട്ടിലെ സമാധാനം നാട്ടിലെ സമാധാനമില്ല. ആരുണ്ടെങ്കിലും മുടി അടിക്കും. ഞാനെന്താ മുടി അടിക്കാനുള്ള ഭ്രാന്തൻ. ഹലോ ഗായ്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താ ഏതാണ്ടൊന്ന് പറഞ്ഞു മോനെ. ഹലോ ഗായ്സ്, ഹലോ. ഇന്നത്തെ പുതിയ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഹലോ, ഇന്ന് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേറി വാ. പോട്ടെ ഓടിക്കോ. എന്താ പച്ചാന പരിപാടി? എല്ലാരും കൂടെ കൂടിയ പരിപാടി. എന്താണ് പരിപാടി? ഇന്നാണ് പരിപാടി. എന്താണ് ഇന്ന് പരിപാടി? നിങ്ങളെ എല്ലാം കണ്ടപ്പോൾ ആരെ കണ്ടു? അമ്മേനെ എല്ലാം. എന്നിട്ട് അമ്മ എന്ത് ചെയ്യും? ഇന്നൊരു പുതിയ സ്വാഗതം. ആർക്ക്? അഡാർ ഫാമിലി. അത് അമ്മയല്ലേ? അമ്മ വണ്ടിയെ പോയിരുന്നേ. അത് വെക്കാം. കേറിക്കേ, അത് കേറി. അമ്മ കേറി. പിന്നെ എന്റെ അമ്മ കുഴപ്പമില്ല, കറക്റ്റാ. ഓണ്ടവാ എങ്ങനെ ഇരിക്കുന്നു? എന്താ ഒരു റൈഡ് പോന്നോ? ഓടിക്കുന്നോ? ഒന്ന് ഓടിക്കമ്മ. വണ്ടി ഓണക്കടി. ഹോണടി. ഇറങ്ങല്. ഹോണടി. അയ്യോ വണ്ടി ഓടേ. അയ്യോ വേണ്ട. മമ്മി 2 ഫോട്ടോ എടുക്കട്ടെ. ഒന്നുകൂടെ ചാടിക്കരുത്. എന്ത് വണ്ടി കയറുന്ന? അമ്മയുടെ മോന്റെ വണ്ടിയല്ലേ, വല്ലോന്റെ വണ്ടിയാണോ? ഒരു ഫോട്ടോ എടുക്കട്ടെ. ഇത് ഞാൻ മേടിച്ചെന്ന നൈറ്റ് അല്ലേ? ആരുടെ മോൻ? എന്റെ മോൻ. അമ്മ കണ്ണാടി വെച്ചേ. നമ്മുടെ മുടിയൊക്കെ നരച്ചല്ലോ അമ്മ. നരച്ച് നമുക്ക് പെട്ടെന്ന് കെട്ടിക്കാം. നിന്നെ പെട്ടെന്ന് കെട്ടിക്കണം. ഡൈ ചെയ്താ മതി. ഓ വേണ്ട, അമ്മച്ചെ സമ്മതിക്കാൻ. ആരെ ഡൈ ചെയ്യാൻ? ഓറഞ്ചാ പൊന്നപ്പോ വന്നോളോ. അപ്പോൾ ഗൈസ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ 400Kയിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ സപ്പോർട്ട് ഇനിയും ഉണ്ടാകണം. നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം കറക്റ്റാണ്. കറക്റ്റ്. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ഓൺ ആക്കുക. പച്ചാനെ എന്തെങ്കിലുമൊക്കെ ഓൺ ആക്കാൻ പറ. എല്ലാം ഓൺ ആക്കുക. സ്വിച്ച് ഇട്ട് ഓൺ ആക്കുന്ന പോലെ ഓൺ ആക്കണം. എന്റെ കൊച്ചന്റെ ഭാവി. നോ ഭാവി. പഠിത്തത്തിന്റെ പുള്ളിക്കാരെ കിളിയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ അമ്മ എന്തുണ്ട് വിശേഷം? അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഏബലിനെ കാണാൻ വേണ്ടി പോവുകയാണ് ഞാൻ. അപ്പോൾ നീ വരണ്ട, ഞാൻ പൊക്കോളാം. അപ്പം ഞാൻ ഇവിടെ റെഡി ആയിട്ടെല്ലാം നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏബലിനെ കണ്ടിട്ട്, ഏബലിനെ കുറേ നാളായില്ലേ വീഡിയോയിലെല്ലാം കൊണ്ടുവന്നിട്ട്. ഒരു വന്നേ
ഇത് സുവർണ്ണ തള്ളുന്നോ? അമ്മ മോനും കൂടെ എന്റെ കൊണ്ടുവരും. അത് വേണ്ട. അപ്പൊ അമ്മ ഞാൻ പോയിട്ട് വരട്ടെ. പോയിട്ട് പോ. അപ്പൊ ഗൈസ് നമുക്കപ്പോ ഏബലിനെ കാണാം. ഇനി അവന്റെ എന്തൊക്കെയോ കാണണം. ദൈവത്തിനറിയാം അവൻ എന്തൊക്കെ പറയുമെന്ന്. അപ്പൊ ഗൈസ് ഞങ്ങൾ പോവുകയാണ്. അല്ല, ഞാൻ പോവുകയാണ്. അവന്റെ അടുത്ത് പോയിട്ട് കാണാം. അപ്പൊ എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മള് 400K എത്തിയേക്കാണ്. ഇതിനെല്ലാ കാരണക്കാരും നിങ്ങൾ ഓരോരുത്തരാണ്. നിങ്ങളുടെയൊക്കെ വിലയേറിയ അകമഴിഞ്ഞ സപ്പോർട്ടുകൾ കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു നിലയിലല്ല ഈ ഒരു 400K എത്തി നിൽക്കുന്നതും ആ ഒരു ഇത് നിൽക്കുന്നതും. അപ്പൊ നിങ്ങളുടെ സഹായമല്ല, സപ്പോർട്ട്, കട്ട സപ്പോർട്ട്. സഹായവും സപ്പോർട്ടും എല്ലാം ഒരേപോലെ തന്നെ. അപ്പൊ ഒരുപാട് നന്ദിയുണ്ട്. അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു, പ്രാർത്ഥനയിൽ ഓർത്തുകൊള്ളുന്നു. അപ്പൊ ഗൈസ് ഞങ്ങള് ഞാനപ്പം പോയിട്ട് വരാല്ല, നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് പോവാ ഏബലിന്റെ അടുത്തോട്ട്. അപ്പം നമുക്ക് ബാക്കി അവിടെ ചെന്നിട്ട് വീണ്ടും കാണാം. ഓക്കെ ബൈ. ഗൈസ് നമ്മൾ ഏബലിന്റെ അടുത്ത് എന്തുവാ ഇത്? ചൂടാ വണ്ടി ചൂടാ. എന്തിന്റെ വേഷം എന്താ? അങ്ങോട്ട് മാറിയെന്ന് നോക്കട്ടെ. എന്തുവാ ധാറി തോർത്ത്? കാണിച്ചേ. ഇതെന്ത്? എന്നാ എനിക്ക് മേടിച്ച എന്താ നോക്ക്. ഇതാരുടെ? അത് ഇതാക്കാത്. ഹായ് ഷിജാൻറ്റി. നമുക്ക് പള്ളി പോണ്ടേ? ആ കേറ്റു. ചെല്ലാൻ പറ്റും. നോക്ക് നീ. നിനക്ക് താങ്ക്സേ ഉള്ളൂ. അതിഷ്ടമല്ലേ? എന്തോന്ന്? ക്രീമെണ്ണ ഇഷ്ടമല്ലേ? അതിഷ്ടമല്ലേ? ഇഷ്ടമല്ലേ? ട്രോപ്പിക്കാനും ഇഷ്ടമല്ലേടാ? എനിക്ക് തരുമോ? എന്നാ ഇതെല്ലാം കവർ കയറ്റി വെച്ചോ. ഞാൻ വീട്ടിൽ കൊണ്ടുപോകാൻ മേടിച്ചോ. ഞാൻ അത് തിരിച്ച് കയറ്റി വെച്ചേ. എനിക്ക് വീട്ടിൽ കൊണ്ടുപോകണല്ലോ. അത് എടുത്തു പോയി. എടുത്തു വെച്ചേ. ഏബിൾ എടുത്തു വെച്ചേ. പൊട്ടിക്കില്ല. വീട്ടിൽ കൊണ്ടുപോകാനുള്ള വീട്ടിൽ കൊണ്ടുപോകാനുള്ളതാന്ന്. അതെടുത്ത് എന്ത്? ഇതെല്ലാം എടുത്ത് ഷേൻ്റെ ഇതെല്ലാം എടുത്ത് വെച്ചേ. ഇതെല്ലാം എടുത്ത് വെച്ചേ. ഷേൻ്റെ എടുത്ത് വെച്ചേ. കൊണ്ടുപോകാൻ എന്തോ അതെടുക്ക്. ഇങ്ങനെ അയ്യ തന്നെ നല്ല കവർ വെച്ച സ്നേഹയ്ക്ക് കൊടുക്കാം. ഞാൻ ഇങ്ങോട്ട് ഇതുവഴി പോയപ്പോൾ മേടിച്ചെന്നേ ഉള്ളൂ. അതിങ്ങനെ തന്നെ. അതിങ്ങനെ ട്രോപ്പിക്കാനൊക്കെ ഇട്. ഞാൻ കൊണ്ടുപോകാൻ എടുത്ത് വെച്ചേക്കുന്ന സാധനം ഇവിടെ വന്നപ്പോൾ നിന്നെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളു. നിനക്ക് വേണം നിന്റെ അമ്മയോട് പറ മേടിച്ചു തരാൻ. മേടിച്ചു കഴിച്ചു. നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ ഞാനെന്തിനാ മേടിച്ചിരുന്നത് നിനക്ക്? ഈ കയ്യിൽ എടുത്തോണ്ടോ? ഇതെന്തോ നോക്കിയാവല്. ഇത് നിനക്കുള്ളതാ. പയ്യേട്. അയ്യോ നശിപ്പിച്ച. അത് കേക്കാടാ. എന്റെ എടാ പയ്യേട്. അത് പയ്യെ എടുത്ത് ഏബലെ. നിന്നെ എന്തോ ഞാൻ ചെയ്യണ്ടേ ഏബലെ? നീ അങ്ങോട്ട് അതിലോട്ട് കയറും. നിന്നെ ഒന്ന് കാണട്ടെ ഏബലിന് ഇഷ്ടമുള്ള സാധനം അന്ന് വീട്ടിൽ വന്നപ്പോ മേടിച്ച് ഓർക്കണില്ലേ? ഓർക്കണില്ലേ നീ കൈയിട്ട് വാരിക്കോണ്ടിരുന്നത്? ഇത് നിനക്ക് മേടിച്ചോണ്ട് വന്ന ഒരു പീസ് എടുത്ത് കഴിച്ചേ ഏബല്. വാ കൊണ്ട് തിന്നണം. എവിടുന്നായാലും തുടങ്ങി. നീ പറഞ്ഞ എല്ലാം സെയിമാ. നീ പറഞ്ഞ എടുത്ത് കഴിയങ്ങ്. നല്ല പിള്ളേരങ്ങനെ പോയി കൈ കഴുകിട്ട് വാ. ചെല്ല്. കൈ കഴുകി പാത്രം എടുത്തിട്ട് വാ. നീയല്ല മാതൃക കണ്ടേ? നിന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ പിള്ളേർക്ക് നീയല്ല മാതൃകയാക്കി കാണിച്ചു കൊടുക്കണ്ടേ? ഒരു സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? കൈ നല്ലപോലെ വൃത്തിയായി കഴുകി. ഇനി എന്താ? പ്ലേറ്റ് എടുത്തിട്ട് വാ. പ്ലേറ്റ് എടുത്തിട്ട് വാ.
ഏബല് പോയി പ്ലേറ്റ് എടുത്തോണ്ട് വന്നേ. ഞാനല്ല, അമ്മയോട് പറഞ്ഞു. ഏബല് പോയി എടുത്തിട്ട് വന്നേ. ഇല്ല ഏ ഇല്ല പോയിട്ട് വാടാ, ഇല്ല. നാണം കെടുത്തിക്കാടാ. നീ നോക്കണം കേട്ടോ, എനിക്ക് വ്ലോഗ്സ് വലിയതായിരുന്നു. ഏബല് വ്ലോഗ്സ് നിന്റെ ഏബലിന്റെ ചാനലൊക്കെ എന്താ, എത്രയായി എത്രയാണ് സബ്സ്ക്രൈബേഴ്സ്? എത്രയായി ഏബല്? എനിക്കറിയില്ല. 17. ഓ 17 അമ്പടാ. ആ കഴി അമ്മേ ഒന്ന് കടിച്ചേ. എങ്ങനുണ്ട്? ഏ ഇഷ്ടായോ? ഏ സ്പോഞ്ചോ? ആരാ? ആ കഴിയാം, കഴിക്ക്. ഏബലെ എൻ്റെ ചാനൽ കാണിച്ച്. ചാനൽ എവിടം വരെയായി? മോണിറ്റൈസേഷൻ ഒക്കെ എവിടം വരെയായി കാണിച്ച്? അതല്ല യൂട്യൂബ് സ്റ്റുഡിയോ എടുത്ത്. അവിടെ നിൽക്കാമെന്നു. യൂട്യൂബ് സ്റ്റുഡിയോ ഇടാ. ഇതെന്തുവായി? ഓ $3.9 അല്ല എസ്റ്റിമേറ്റഡ് റവന്യൂ. ഓ $3 കിട്ടിയ ലെവലില്. നീ വീഡിയോ ഇട്ട് കഴിഞ്ഞാലല്ലേ ഡോളർ കൂടത്തുള്ളൂ. $1 ലക്ഷം. $1 ലക്ഷം അല്ല, $100 മതി. ആ 100 ലക്ഷം രൂപ. അത് കുറഞ്ഞ് നീ പഠിക്ക്. ഇതിന്റെ കൂട്ടത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ജോലിയും കൂടെ മേടിച്ചാൽ 100 ലക്ഷം അല്ല 200 ലക്ഷം നിനക്ക് കിട്ടും. പിന്നെന്തോ വേണ്ടേ? ആ പിന്നെന്തോ വേണ്ട നിനക്ക്? ശലം കേക്കിങ്ങാന്നടാ വായിൽ വെച്ച് തന്നെ. ഏവലെ നീ വന്നേ, എൻ്റെ കൂടെ ചെന്നൊരു നിന്നെ എല്ലാവരും കാണട്ടെ. നീ വന്നടാ. ഇതെന്തോ കാണിക്കുന്നേ? അതെന്തുവാ? ശലം കേക്ക് എൻ്റെ വായിൽ വെച്ച് തന്നെ. ശകലം എടുത്ത് വെച്ച് തന്നെ. ആ ശകലം. എടാ അങ്ങനല്ലടാ, നല്ലൊരു കഷ്ണം എടുത്തില്ല. എനിക്ക് ഇത്ര മേടിച്ചോണ്ടല്ലേ അറിയില്ല, ഒന്നും തീരുമാനിച്ചില്ല. ഏവലെ എനിക്കറിയില്ല ശരി എപ്പോഴാ പോകുന്നതെന്നൊന്നും. ആണോ ഇല്ലാത്തവനെ. എങ്ങനെ? എടാ നിന്റെ ഗേൾ ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറയുന്നു? നിന്റെ കാമുകിമാരൊക്കെ എന്ത് പറയുന്നത്? കാമുകിയൊക്കെ ഇല്ലേ? എത്ര ലൈനുണ്ട് നിനക്ക് ഓൺലൈനില്? ഓൺലൈൻ ക്ലാസ് കയറുമ്പോ നിനക്ക് എത്ര ലൈനുണ്ടാ? എനിക്ക് ലൈനൊന്നും ഇല്ല. എനിക്ക് ലൈനൊന്നുമില്ല, നിനക്കല്ലേ ലൈൻ. എന്ത് ബുദ്ധി? പറഞ്ഞു കഴിഞ്ഞാ അത് അല്ലെങ്കിൽ ഞാൻ പറയുന്നില്ല, അത് ആരാണ് ഞാൻ പറയുന്നത്. എന്തോ നീ എന്തോ ഇതെന്തോ ഇത്? കഷ്ടം. നീ ഇവിടെ വരികയാണ്. നിന്റെ വണ്ടിയുടെ ശബ്ദം കണ്ടേ 4 ആയപ്പോ എന്റെ ചെവി ഒന്ന് നീ ഇവിടെ വരുവാന്ന് എനിക്കറിയാം. എന്നിട്ട് നീ വരുന്നോ? മാനത്ത് വരുന്നോ? നമുക്ക് ഒരുമിച്ച് പോയി ഇവിടുന്ന്. ഷിയാൻ്റെ നാളെ അങ്ങ് വന്നോളും. പോവാം. ഓ പപ്പായുടെ നമുക്ക് വിളിച്ചു പറയാം. നീ വാ. ഓ നീ കുടികളിയാ. നീ അങ്ങ് ലുക്കായല്ലേ അവലെ. ഞാൻ ഇപ്പൊ പോകുമ്പോ എന്റെ മുടിയും വെട്ടിക്കാം. എന്താ വീട്ടിലെ സമാധാനം നാട്ടിലെ സമാധാനമില്ല. ആരുണ്ടെങ്കിലും ഓ ഏവലെ നീ എൻ്റെ കൂട്ടത്തിൽ വാ, ഞാൻ നിന്നെ കൊണ്ടുപോയി മുടി വെട്ടിക്കാം. ഏവലെ ഏവലെ ഓയ് ഇഷ്ടപ്പെട്ടോ? ഒന്നും പറയില്ല. നീ ശലം നിന്ന് മതി, അത് മതി, അത് മതി, അത് മതി. ഇല്ല ഒത്തിരി കുടിച്ചു കഴിഞ്ഞാല് ശരീരത്തെ വേദന അസ്വസ്ഥത എനിക്കത് പോകാൻ പറ്റില്ല. കുഴപ്പമില്ല, എനിക്ക് ഇത് ഇല്ല, ഇത് ഞാനിങ്ങനെ എടുക്കുക. മോൻ കാട്ടാ. ഇല്ല ഞാൻ പോവാം.
അടപ്പറ്റയിലാണെങ്കിൽ എനിക്ക് വേണ്ട, ഞാൻ കുടിച്ചു. ടേബിൾ എങ്ങനെ? ടേബിൾ ഗ്ലാസ് ഒഴിച്ച് കുടിച്ചേ. അതിന്റെ കളർ നോക്കട്ടെ എങ്ങനെയാണെന്ന്. ഏബിലെ ഒരു ജ്യൂസ് വ്ലോഗ് ചെയ്യോ ഏബിലെ? ഈ ജ്യൂസ് കുടിച്ചിട്ട് ഇത് എങ്ങനെയൊക്കെ ഉണ്ടെന്നൊന്ന് പറയാമോ? ഞാനിപ്പോൾ ഈ ജ്യൂസ് മേടിച്ചത് മാനാറിൽ നിന്നാണ്. നല്ല ഓർഡർ ചെയ്തതാണ്, നല്ലതാണ്. ഇതിന്റെ വില വരുന്നത് 460 രൂപയാണ് ഇതിന്റെ പ്രൈസ്. ഇത് നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ്. കുടിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. ഇവരുടെ ചാനലിൽ ഏബൽ ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യണം. അതെന്താ എന്റെ ചാനല് 4 ലക്ഷം കയറി എനിക്കൊരു 4 ലക്ഷം അല്ല, ഒരു 40 മില്യൺ ആയിട്ട് നിനക്ക് ബാക്കിയുള്ള സബ്സ്ക്രൈബ്. നീ അപ്പൊ ഒറ്റ മൈൻഡ് ആണല്ലേ? ഞാൻ പോണേണ്, ബൈ. ഓ എനിക്ക് വേണ്ട, നിങ്ങളുടെ മോൻ ശരിയല്ല. ഞാൻ പോടാ. അതെന്തോ ഇനി അത് ഒരു കിറ്റ്കാറ്റ് എടുത്ത് തന്നടാ. ഇത് മൊത്തം ഞാനാണല്ലോ ഇപ്പൊ തിന്നണ. താടാ താടാ. കിറ്റ്കാറ്റിന്റെ ഫാമിലി പാക്ക് മുറിക്കുന്നവന്റെ അവസ്ഥ ആലോചിച്ച് നോക്കി. പിച്ചാത്തി കൊണ്ടൊക്കെ ഇപ്പൊ ഷിനോ ചാച്ച മേടിച്ചെന്നില്ലേ? എന്തുവാ നിനക്കിപ്പോ എന്തോരം അച്ചാച്ചന്മാരാ? നീ എന്നിട്ട് എന്തേലും മേടിച്ചു തരുന്നുണ്ടോ എനിക്ക്? ഏടാ ഏടാ ഇത് 4 എണ്ണേ ഉള്ളോടാ ഇതിന്റെ അത്. ഈ 4 എണ്ണത്തിന് എത്ര രൂപയാ? 60 രൂപ ഈ 4 എണ്ണത്തിന്. അയ്യോ 4 എണ്ണ ഉള്ളു അതിന്റെ അകത്ത്. അത് നഷ്ടം അല്ല, അത് ഒരെണ്ണത്തിന് 20 രൂപ ആണെന്ന് തോന്നുന്നു. ഒരെണ്ണത്തിന് 20 രൂപയുടെ എന്താന്ന് തോന്നുന്നു. കാണിച്ചാൽ ഒരെണ്ണം നടാ, ഒരെണ്ണം താടാ. എടാ കൊടുത്ത് ശീലിച്ച് പഠിക്കണോടാ. ഇതുപോലത്തുള്ള സാധനങ്ങൾ ഞാൻ ആർക്കും കൊടുത്തു. സത്യം പറ, നിന്റെ ഇൻസ്റ്റാഗ്രാം ഉണ്ടോ? വെളിയിലോട്ട് വന്ന നിന്നോട് സംസാരിക്കാനുണ്ട്. ഷിയാൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നിന്നെ പലവട്ടം ഉപദേശിക്കണം. ഷിയാൻറ്റി പറഞ്ഞു ഇങ്ങോട്ട് വന്നേ, നിന്നെ ഞാനൊന്ന് ഉപദേശിക്കട്ടെ. മോനെ നീ എന്തിനാ ഇങ്ങനെ വഴക്കൊക്കെ ഉണ്ടാക്കുന്നേ? എടാ നീ എന്തിനാ ഇങ്ങനെ വഴക്കൊക്കെ ഉണ്ടാക്കുന്ന? മര്യാദക്ക് നിന്നോടെ. അയ്യോ നീയല്ലേ? നീ അത് വിടും. ഉപദേശിക്കുന്ന ആളിപ്പം കാണിക്കുന്ന കോപ്പറേറ്റ്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് ചിലവർക്കൊക്കെ ബോധമുണ്ടെങ്കിൽ ഹേബൽ നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ അബിഗേൽ ഹേബൽ നടിച്ചു കൊടുത്താലും എൻ്റെ അക്കൗണ്ട് കാണും. എല്ലാവരും കയറി ഒന്ന് ഫോളോ അടിച്ച് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്ത് കണ്ടിട്ട്. എന്റെ ഇൻസ്റ്റാഗ്രാം അല്ല, നിന്റെ ഇൻസ്റ്റാഗ്രാം ഐഡി എന്തുവാ? പിന്നെ ഡാഷ്. അതിന്റെ അകത്ത് നീ കേറി കഴിഞ്ഞാ ഉണ്ടല്ലോ, അതിന്റെ അകത്ത് കേറി കഴിഞ്ഞാൽ നിന്റെ യൂട്യൂബ് ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും. അൺഇൻസ്റ്റാൾ ചെയ്ത് എനിക്കെന്തോ കുഴപ്പമാണ്, നിന്റെ ആന്റിക്കേ കുഴപ്പം വരുന്നത്. എന്തുവാ നീ എന്നാ നീ ഇത് ഇൻസ്റ്റായിൽ കേറണ്ട, നീ യൂട്യൂബിൽ കേറിക്കോ. എന്ത് ഇത് ഏവലെ ഏവലെ ആ ഉരിയട്ടെ ഉരിയട്ടെ ഇല്ല 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 ഊരല്ലേ ഊര
ഊരാൻ ആദ്യമേ പഠിച്ചിട്ടുണ്ട്. നീ എന്റെ അടുത്ത് വരുന്നോ? ആ വരുന്നു. മുടി വെട്ടിക്ക നിന്റെ. അമ്മ എന്നെ ഇപ്പം നല്ല ഫ്രീ ഇത് നല്ല ഫ്രീക്ക് ആക്കി ഇവിടെ രാവിലെ. പേസ്റ്റ് അല്ല വെളുപ്പിച്ച് തന്ന്. ആ അപ്പൊ ഏവലെ ഞാൻ പോവാട്ടോ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താ നിനക്ക് പറയാനുള്ളേ? ഒന്നും പറയണ്ട. എന്തേലും പറയാവലെ. എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അത്ര എനിക്ക് പറയുള്ളൂ. ആ പിന്നെ വേറെന്താ പറയാനുള്ളേ? വേറൊന്നും പറയില്ല. സുഖാണോ? എല്ലാരോടും സുഖാണോ? എന്തു നോക്കുന്നേ? എന്തോ എല്ലാം തിരിച്ചു എല്ലാം മനസ്സിലായി. അതാരെടുത്തല്ലേ അതും സ്നാപ്ചാറ്റ് ആരെടുത്താലേ ഇപ്പോൾ വന്നിരിക്കുന്ന സ്നാപ്ചാറ്റ് മെസ്സേജ് ആരുടെ ലൈൻ? അത് നോട്ടിഫിക്കേഷൻ വരുന്നതല്ലേ? നോട്ടിഫിക്കേഷൻ അത് പെണ്ണുങ്ങളുടെ അതാരുടെയാന്ന് ഞാൻ ചോദിച്ചത്. അത് ഏതൊരു പെൺകുച്ച് മെസ്സേജ് അത് നിനക്കറിയുന്ന പെൺകുച്ച മനസ്സിലായി. അത് നോട്ടിഫിക്കേഷൻ വരുന്നതല്ലേ? നിനക്കറിയുന്ന പെണ്ണുങ്ങളല്ലേ അയക്കുന്നത്. എനിക്കറിയത്തില്ല ആരാണെന്നൊന്നും. അത് ഇൻസ്റ്റാഗ്രാമിൽ വരുന്നതല്ലേ? ഇപ്പൊ സ്നാപ്ചാറ്റിൽ കൂടെ വന്നത് ഇൻസ്റ്റാഗ്രാമിൽ വന്നു. ഞാൻ അത്രയ്ക്കും ഭ്രാന്തനുള്ളവനല്ല, എനിക്ക് മൊബൈലിലെ കാര്യം അത്രയ്ക്കും അറിയാവുന്ന. അതിപ്പോ സ്നാപ്ചാറ്റിൽ വന്ന മെസ്സേജ് ആണ് എനിക്ക്. അതിനിപ്പോ എന്താ അതിന് ആൾക്കാർ മെസ്സേജ് അയക്കുന്നത്? നിനക്കിപ്പോ എന്താ? മറ്റേ റൊണാൾഡോയുടെ ഒന്ന് കാണിച്ച് വന്നേ വന്ന് കാണിച്ച് വാടി ചക്കര. നീ എന്റെ ചക്കര അല്ലേടി? അമ്മയും മോനും മാത്രമേ ഉള്ളു ഈ വീട്ടിലൊന്ന് ആലോചിച്ച് ചോദിക്കുക, രണ്ടും കൂടെ കാണിക്കുന്നത്. ഇവനൊരു പെണ്ണ് കെട്ടാനുള്ള അവസ്ഥ ആലോചിച്ച് ചോദിക്കുക. ഇവനൊരു കല്യാണം കഴിച്ചുള്ള അവസ്ഥ ആലോചിക്കുക. ഇങ്ങനൊക്കെ ആയിരിക്കും ഇവൻ കല്യാണം കഴിച്ച് നടക്കുക. ഇതുപോലത്തെ ഷർട്ട് ഇട്ട് ഇതുപോലത്തെ മുണ്ടൊക്കെ എടുത്ത് ഭാര്യയുടെ മുമ്പിൽ അവനിങ്ങനെ. ഇപ്പൊ എത്ര ക്ലാസ്സിലാ പഠിക്കുന്നത്? ഇപ്പൊ എത്രല്ല പഠിക്കുന്നത്? 4ാം ക്ലാസ് ആയതേ ഉള്ളു. ബൈ പറ, പോവാന്ന് പറ. ഞാൻ നേരെ വീട്ടിൽ പോവാന്ന് പറ. അപ്പൊ ഞാൻ നേരെ തിരിച്ച് വീട്ടിൽ പോണ ഗൈസ്. ഇവൻ ഇവിടെ ഉണ്ട്. ഇവൻ നാളെ ഞങ്ങളുടെ വീട്ടിലോട്ട് വരും. ഞങ്ങളെല്ലാരും കൂടെ അടുത്തൊരു അടിപൊളി വീഡിയോകളൊക്കെ ആയിരിക്കും വരും. യാത്രയായിരിക്കും. നമ്മൾ ഫാമിലി ഫുള്ളായിട്ട് എവിടേക്കാണ് പോകുന്നത്? അർത്തിങ്കപ്പള്ളി പോകുന്നുണ്ട്. അപ്പൊ കുറെ ഇത് പോകുന്നുണ്ട്. ഇപ്പൊ ഏബലും ഉണ്ട്. ഞങ്ങൾ എല്ലാരും കൂടെ വണ്ടി പിടിച്ചിട്ടാണ് പോണത്. കുറെ പള്ളികളിൽ പോകുന്നുണ്ട്. ഇപ്പൊ എല്ലാരും 8 നോയമ്പൊക്കെ അല്ലേ, അതിന്റെ അനുസരിച്ച് അല്ലേടി? പറഞ്ഞായിരുന്നു ഒന്നും പറഞ്ഞില്ല. ഇന്ന് വൈകിട്ട് വിളിക്കാന്ന് എന്തോ പറഞ്ഞു. അപ്പൊ ബൈ ഗൈസ്. അപ്പൊ ബാക്കി നമുക്ക് ഇനി നമ്മുടെ വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാണാം. ഓക്കെ ബൈ പറ. എടാ ഇവനെ അറിയാവടാ? എങ്ങനെ അറിയാവുന്നേ? ഏവല് മെയിൻ ആണോ? ഇവിടുത്തെ ഗുണ്ടാണോ ഇവൻ? എടാ ഈ വന്നേ, നിങ്ങൾ ഈ വന്നേ. നിന്റെ പേരെന്തുവാ? ഏബലിനെ എങ്ങനെ അറിയാവുന്നേ? ഈ വീട്ടിലെ അറിയാം അല്ലേ? ഇവനങ്ങനെ ഭയങ്കര ഷോ ആണ് ഇവിടെ. യൂട്യൂബ് ഒക്കെ ഉണ്ടോ? കണ്ടോ? സീനാണോടാ? ആ യൂട്യൂബിലെ മെയിനല്ലേ? അളിയന്റെ പേരെന്തുവാ നിന്റെ? വിഷ്ണു എത്രല്ല പഠിക്കുന്നേ? 9ല്. നിങ്ങളപ്പോ ഇവൻ ഇതുവഴി പോകുമ്പോ മൈൻഡൊക്കെ ചെയ്യോടാ? ചെറുക്കൻ തീപ്പൊരിയാ കത്തിക്കും. അവൻ മെയിനാ. മുണ്ടക്കൂരി. നീ എത്രല്ലാടാ പഠിക്കുന്നേ? ഏ സ്കൂളിലാ? തിരുവല്ലയില്. അപ്പൊ ശരിയെന്നാ ബൈ. അപ്പൊ ഏബൽ ഫാൻസ് ആയിരുന്നല്ലേ? അമ്പടാ. ഓ ഏബൽ ഫാൻസേ. ഓ നല്ല വിലയാണല്ലോ നാട്ടിൽ. ഓ ഗായ്സ്, അപ്പൊ ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇത്ര നേരം ഏബലിന്റെ വീട്ടിലായിരുന്നു. വന്നപ്പോ രാത്രിയായി പോയി. സംബന്ധിച്ച ഗൈസ്, നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു പ്രശ്നം പോലെ, ഒരു ബ്രേക്ക് ഡൗൺ പോലെ വന്നു. പിന്നെ അതാണ് ഇച്ചിരി ലേറ്റ് ആയി പോയി. അതൊന്ന് ശരിയാക്കി. വണ്ടി ഇവിടെ ഉണ്ട്, സ്നേഹാശിവ ഉണ്ട്, നമ്മുടെ മമ്മിജി ഇവിടെ ഉണ്ട്. ഹലോ, എവിടെയാണ് നിങ്ങളിപ്പോൾ? എന്തായിരുന്നു പരിപാടി? പ്രാർത്ഥനയാലപ്പോഴും ഞാൻ ഗൈസ്, നമ്മളപ്പോ ഞാൻ വീട്ടിൽ വന്ന് കേട്ടിട്ടുണ്ട്. ഞാനപ്പോ നമുക്ക് അകത്തോട്ട് പോയി ഇവിടെ എന്താ വിശേഷം എന്നൊക്കെ കാണാം. ഏബല് വൻ സീനാണ് കേട്ടോ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും.
നമ്മുടെ അമ്മച്ചിയുണ്ട് ഇവിടെ, മദർ തെരേസ ആയിട്ട് നിൽപ്പുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ മദർ തെരേസ ഓഫ് ദി കേരള ഓഫ് ദി മുഞ്ഞിനാട്ട് ഹൗസ്. ഓക്കെ, അപ്പൊ അതെ ഗൈസ്, ഞാൻ മറ്റേ സാധനം കൂടിയിട്ടുണ്ട്. അപ്പൊ അമ്മ നമുക്ക് പോകണ്ടേ, പള്ളിയിലൊക്കെ പോകണ്ടേ? അപ്പൊ നമ്മള് പറഞ്ഞായിരുന്നല്ലോ, നമ്മളിപ്പോ ഇവരെ കൊണ്ട് ഞാനൊരു ചെറിയ തീർത്ഥാടനം പോലെ പോകുന്നുണ്ട്, സ്നേഹശിബു ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അമ്മ കഴിക്കണം എന്താ അടുക്കള, വാ അടുക്കളയിലോട്ട് കേറാം, വാ. ആണ്ടവാ ചിരിക്കുന്നു, എന്തോ ഉള്ളേ വെക്കുന്നേ ഉള്ളല്ലേ, ഇവിടെ ഒന്നും കഴിക്കാനില്ല, ചുരുക്കം പറഞ്ഞു. ഇപ്പൊ വേണം, ഇപ്പൊ വന്ന് കേറുമ്പോ എന്താ കഴിക്കണം? വാളിയ വാളിയ വാ വാ വാ. എന്തോ എന്തോ ഇവിടെ എന്തോ പരിപാടി, എന്തോ ഇതെന്തോ കുനിഞ്ഞൊക്കെ നിക്കുന്നേ? അമ്മ എന്തോ നോക്കുന്നേ? എന്തുവാ അത്? അതെന്തുവാ? പഴവോ? അമ്മച്ച കഴിച്ചോ പഴം? എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട പഴം, എനിക്ക് പഴം വേണ്ട, എനിക്ക് നല്ല വിശക്കുന്നു. സോയാബീൻ ഫ്രൈ ആണോ വെക്കുന്നേ? മച്ചാനെ എന്താണ് പഴവാന്ന് എന്തൊരു പറയണ്ട സ്നേഹ, നീ എന്താ പരിപാടി? അയ്യേ അയ്യേ, ഇത് ഞാൻ കൊണ്ടുവന്ന പയറല്ലേ? ഇത് ഞാൻ കൊണ്ടുവന്ന പയറല്ലേ? മാറിക്ക്, അരി വെന്തോ നോക്കട്ടെ. അരി വെന്തോ നോക്കുന്നു ഗൈസ്. ആൺപിള്ളേരായിട്ടുള്ളവരുണ്ടോ നോക്കി, അരി വെന്ത കാണിച്ചു തരാം. ഇതിങ്ങനെ എടുക്കുക, ഇതിൽ 2 ചോറ് എടുത്താൽ മതി. പിടി, ഇത് ഞാൻ കാണിച്ചു തരാം. ഇതെങ്ങനെ അരി വെന്തോ നോക്കണം ഗൈസ്, എനിക്കെല്ലാം അറിയാം. അയ്യോ വെന്തം വെച്ച് നല്ലപോലെ വെന്തു. എന്താ ഇനി അരി ഊറ്റണോ ഞാൻ? വേണ്ട, അത് അമ്മച്ചി ഊറ്റിക്കോ. അതെന്തോ അമ്മേ? ഗൈസ് ഇവിടെ എല്ലാരും നോയമ്പാണ്, 8 നോയമ്പാണ്. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള പറത് എന്തുവാ എന്തുവാ? ദൈവമാതാവിനോടുള്ള പ്രാർത്ഥന. ദൈവമാതാവിനോടനുബന്ധിച്ച് നമ്മൾ ഇവിടെ എല്ലാവരും 8 നോയമ്പ് എടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ചിക്കനോ മട്ടനോ ഒന്നുമില്ല. ഞാൻ വരെ നോയമ്പ് എടുക്കുന്നത് സോയാബീനാണ്. ഇതാണ് പാവങ്ങളുടെ ബീഫ് ഫ്രൈ ആണ് ഗൈസ്, ഇത് ബീഫ് കറിയാണ് ഗൈസ്, ഇത് അല്ലേ അമ്മേ? സുനുവമ്മയുടെ ബീഫ് പറ. അമ്മച്ചി പറഞ്ഞോണ്ട് ഞാനൊരു പഴം തിന്നാൻ ഗൈസ്. അതെ 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 അതെ. ഇത് മേടിച്ച പഴമായോണ്ടാ. അറിയോ ചുണ്ടാണ്ടിയെ? ഇതെന്തോ അത് തല വെച്ചേ, തല വെച്ചിട്ട് കൈ വിട്. ഉണ്ണാണ്ടിയെ വിളിക്കുന്നുണ്ട്. എന്തോ പറയുന്നത്? പുള്ളി ഓണാണ് കേട്ടോ. മച്ചാൻ എന്തോ കഴിക്കാം? മച്ചാനും എല്ലാം തന്നോ കഴിക്കാൻ? അച്ചോ അമ്മ ഒന്നും കൊടുത്തില്ലേ അമ്മ? സുനിലേ, അത് ശരി. അപ്പൊ ഗൈസ് ഞങ്ങൾ ഞാൻ പോവുകയാണ്. എനിക്ക് വിശന്നിട്ട് പോയി. ഞാൻ എന്തെങ്കിലും കഴിക്കാനൊക്കെ ഉണ്ടാക്കട്ടെ. ഞാനാണ് ഈ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്. പഴമൊക്കെ ഇടി നടക്കുന്നില്ല, അതൊക്കെ കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. പഴം ഞാൻ തിന്നാൻ വെച്ച്. അപ്പൊ ഗൈസ് ഞങ്ങൾ പോവാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചെയ്യേണ്ടത് എന്താണ്? താഴെ പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പഴം തിന്നാ പറയളിയാ എന്താ ചെയ്യണ്ടേ? പറ. പല്ലില്ല പുള്ളിക്ക്, പുള്ളി എങ്ങനെ തിന്നുന്നെന്നാ അളിയ പറയളിയാ. പറ. നിങ്ങൾ ഇന്നത്തെ വീഡിയോ കണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കുഞ്ഞോള് പഠിച്ചു. അപ്പൊ എല്ലാരും അപ്പൊ പറ ബൈ പറ.